പേരാവൂരിൽ മത്സരിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് കെ ശൈലജ. ശൈലജ ടീച്ചർ പറഞ്ഞേക്കുന്നത് അതിൽ ശരിക്കും പുള്ളിക്കാരിക്ക് അതൃപ്തിയുണ്ട്. അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് വളരെ കുറച്ച് ലീഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വളരെ കുറച്ച്. സണ്ണി ജോസഫ് 12 അടുത്ത് അതുപോലെ ലീഡ് ചെയ്തപ്പോഴും 13 അടുത്ത് പോലും ശൈലജ ടീച്ചർക്ക് ആ ഒരു നേട്ടം പോലും എടുക്കാൻ പറ്റിയില്ല. അപ്പം അതിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് കൂടി നിർബന്ധിച്ച് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. അതിലുള്ള നിരാശ അറിയിച്ചിട്ടുണ്ട്. സത്യത്തിൽ നമ്മൾ പലപ്പോഴും ചർച്ചയിൽ പറഞ്ഞില്ല, പാർട്ടിയുടെ ചില തെറ്റായ തീരുമാനങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ചിരുന്നല്ലോ. ആ തെറ്റായ തീരുമാനങ്ങൾ ഒന്ന് ഇതായിരുന്നു. അതായത് ശൈലജ ടീച്ചറെ പേരാവൂരിൽ മത്സരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു തീരുമാനം. അതിന് പാർട്ടി എത്രത്തോളം പാർട്ടി അവിടെ നിന്നിട്ട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ന്യായീകരിക്കത്തക്ക ഒരു തെറ്റല്ല ചെയ്തത്, തെറ്റെന്ന് തന്നെ പറയും. അതിൽ ന്യായീകരണം അർഹിക്കുന്ന ഒന്നല്ല. കാരണം അവിടെ ശൈലജ ടീച്ചർ മട്ടന്നൂരിൽ നിന്ന് മികച്ച ഭൂരിപക്ഷം തന്നെയായിരുന്നു. കേരളത്തിൽ അന്ന് ഉണ്ടായതിൽ വെച്ച് ഏറ്റവും മികച്ച ഭൂരിപക്ഷം നേടിയ ഒരാളായിരുന്നു ശൈലജ ടീച്ചർ 2021 തെരഞ്ഞെടുപ്പിൽ. എന്നാൽ ആ ടീച്ചറെ ഇത്തവണ മട്ടന്നൂരിൽ നിന്ന് ഒഴിവാക്കി. മട്ടന്നൂരിൽ തീർച്ചയായിട്ടും ശൈലജ ടീച്ചറിൻ്റെ സീറ്റ് ഉറപ്പായിരുന്നു. ശൈലജ ടീച്ചർ അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ ശൈലജ ടീച്ചർ ഉറപ്പായിട്ടും നിയമസഭയിൽ എത്തിയേനെ. ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ മറ്റാരെ അന്വേഷിച്ച് പോകേണ്ടിയിരുന്നില്ല എന്ന് ശരിക്കും. ശൈലജ ടീച്ചർ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വന്നേനെ, ഉറപ്പല്ലേ? ശൈലജ ടീച്ചറൊക്കെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ചരിത്രം. ആ ചരിത്രത്തിന് പോലും CPMകാർ ഇട കൊടുത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ പേരാവൂരിനെ സംബന്ധിച്ചിടത്തോളം അത് സണ്ണി ജോസഫിന്റെ മണ്ഡലമായിരുന്നു. അവിടെ ഈ പറയുന്ന ശക്തമായ രീതിയിൽ ഒരു ക്രിസ്ത്യൻ വോട്ടുകൾ അവിടെ ഭിന്നിക്കപ്പെടും, ഉറപ്പായിട്ടും ഏകീകരിക്കപ്പെടും അവിടുത്തെ ക്രിസ്ത്യൻ വോട്ടുകൾ. അത് നമുക്ക് മനസ്സിലാക്കണം. കാര്യം അവിടെ മലയോര കർഷകരുടെ ഒരു മേഖല കൂടിയാണ് ഈ പറയുന്ന പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലം. അപ്പോൾ ആ മണ്ഡലത്തിൽ പിന്നെ അടിസ്ഥാന വോട്ടുകളുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്. അവിടെ ശൈലജ ടീച്ചർ ഒരു തവണ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ശൈലജ ടീച്ചർ വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ അന്നുണ്ടായിരുന്ന പിന്നെ സണ്ണി ജോസഫ് അല്ല, KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫാണ് ഇക്കുറി മത്സരത്തിന് ഇറങ്ങിയത്. അത് മാത്രവുമല്ല, ഇത്തവണ എല്ലാവർക്കും ഉറപ്പുണ്ട് പേരാവൂരിൽ നിന്ന് സണ്ണി ജോസഫ് ജയിക്കുകയും മുന്നണി വിജയിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അതൊരു നല്ലൊരു കുത്തൊഴുക്ക് അല്ലെങ്കിൽ ഒരു തരംഗമുണ്ടായി UDFൽ അധികാരത്തിലേറുമെന്ന് തന്നെ വെച്ചോളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സണ്ണി ജോസഫ് നല്ലൊരു മന്ത്രിയായിരിക്കും, അവിടെ നിന്നുള്ളൊരു മന്ത്രിയായിരിക്കും എന്നുള്ള കാര്യം പിന്നെ പേരാവൂരുകാർക്ക് നന്നായിട്ട് അറിയാവുന്നേ, നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേരാവൂരുകാർക്കൊരു മന്ത്രിയെ വേണ്ടെന്ന് അവർ വെക്കൂ? അങ്ങനെ വെക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പേരാവൂരുകാർ തീർച്ചയായിട്ടും അവിടെ സണ്ണി ജോസഫിനെ വിജയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പുണ്ടായിരുന്നു. പിന്നെ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യമൊന്നും അവിടെ ഏൽപ്പിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. അത് വെറുതെ ഉള്ള ന്യായീകരണം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇവിടെ നമ്മളിപ്പോൾ നോക്കി, ഇപ്പോൾ ശൈലജ ടീച്ചറിനെ അങ്ങനെ മട്ടന്നൂരിൽ നിന്ന് ഇവിടേക്ക് മാറ്റി. ടീച്ചറിന് എതിർപ്പുണ്ടായിരുന്നു, ടീച്ചറിന് താല്പര്യമില്ലായിരുന്നു പേരാവൂരിൽ മത്സരിക്കുന്ന കാര്യത്തിൽ. കാരണം അവിടെ നിന്ന് ടീച്ചർ തോറ്റു പോകുന്നു, ടീച്ചറിന് തന്നെ ബോധ്യമുണ്ടായിരുന്നു. ശൈലജ ടീച്ചറിനെ കഴിഞ്ഞ തവണ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി, രണ്ടാം തവണ ഇത്തവണ ശൈലജ ടീച്ചറിനെ വീണ്ടും വടകരയിൽ നിന്ന് കയറ്റിവിട്ട് അവിടെ പരാജയപ്പെടുത്തി, വീണ്ടും പേരാവൂരിലേക്ക് നിർത്തിയപ്പോൾ തന്നെ ഇവിടുത്തെ ഒരു വലിയ വിഭാഗം സ്ത്രീകൾക്ക് എതിർപ്പുണ്ടായിരുന്നേ. കാര്യം സ്ത്രീകൾ വളരെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു ശൈലജ ടീച്ചർ. പിന്നെ അവർ കാര്യം കോവിഡ് സമയത്ത് ടീച്ചർ എടുത്തിട്ടുള്ള നിലപാടുകൾ, ഇവിടെ നിപ പടർന്നു പിടിച്ച സമയത്ത് പിന്നെ ടീച്ചർ എടുത്തിട്ടുള്ള നിലപാടുകൾ, അന്ന് ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ടീച്ചർ കാണിച്ചൊരു മനസ്സ്, ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ ചർച്ചയാണ്. അതുകൊണ്ടല്ലേ പലരും അന്ന് ടീച്ചറമ്മ എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അതൊക്കെ മാറി മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർ അനാവശ്യമായ പല പേരുകളിലേക്കും കൊണ്ടെത്തിക്കുകയും എന്നിട്ട് ഏറ്റവും ഒടുവിൽ ടീച്ചറെ ഇവിടെ എന്തോ ടീച്ചർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്കൊക്കെ പോയി. അപ്പം എന്നിരുന്നാൽ കൂടിയും ശൈലജ ടീച്ചർ വരുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളുടെ ചിത്രം, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ചിത്രം മാത്രം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പകരം ശൈലജ ടീച്ചറിനെ ഒരു ഫേസ് ആക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്നതിന് ഒരു വിപരീത ഫലം ഉണ്ടായേനെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം നല്ലത് വരുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഒരു മൃഗീയ ഭൂരിപക്ഷം ഒന്നും അവകാശപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും കേവല ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷം അധികാരത്തിൽ വന്നേനെ. പക്ഷേ ശൈലജ ടീച്ചറിനെ ഇക്കുറി അങ്ങനെ ഒരു വിജയിക്കാൻ പറ്റുന്ന മണ്ഡലത്തിൽ നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന ആ ഒരു കുത്തൊഴുക്കിനിടയിൽ പോലും ശൈലജ ടീച്ചറിന് ഈസിയായിട്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തേനെ. അപ്പം ഈ മരുമോൻ എന്ന് പറയുന്ന ഒരു ആരോപണം നിലനിൽക്കുന്ന ഒരവസ്ഥയൊന്നുമില്ല. അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നോക്കിക്കോളൂ, ശൈലജ ടീച്ചർ എന്നിട്ട് സണ്ണി ജോസഫിന് എതിരെ നഗരസഭ, പഞ്ചായത്തുകൾ എല്ലായിടത്തും നിന്ന നിലയ്ക്ക് പൊട്ടുകയല്ലായിരുന്നു ഉണ്ടായത്.
അപ്പം അങ്ങനെ ഒരു തെറ്റ് പിന്നെ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ജനം അത് ചോദ്യം ചെയ്തു. അതാണ് ശരിക്കും ഈ ഒരു കാര്യത്തിൽ കാണുന്നത്. അല്ലെ ശൈല ടീച്ചറിന് എന്തായിരുന്നു കുറവുണ്ടായിരുന്നത്? മട്ടന്നൂരിൽ നിന്ന് വിജയിപ്പിച്ചെടുക്കാൻ മാത്രം ശൈല ടീച്ചറിന് എന്താണ് ഒരു കുറവ്? അവിടെ രാഷ്ട്രീയമായി ശൈല ടീച്ചറിന് പ്രാതിനിധ്യം ഇല്ലേ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. പിന്നെ മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത ശൈല ടീച്ചറിന് ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായും ഉണ്ട്. അറ്റ്ലീസ്റ്റ് ടീച്ചറെ കേൾക്കാനുള്ള ഒരു മര്യാദയെങ്കിലും കാണിക്കാമായിരുന്നു. ശൈല ടീച്ചർ തുറന്നു പറഞ്ഞ സമയത്ത് ശൈല ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഒരു കൃത്യമായ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാർട്ടിക്ക് കഴിയാതെ പോയത്? അത് മോശമായി പോയില്ല സത്യത്തിൽ. ടീച്ചർ പറഞ്ഞു എനിക്ക് ഇവിടെ മത്സരിച്ച് ഞാൻ തോറ്റുപോകും, എനിക്ക് താല്പര്യമില്ല മത്സരിക്കാൻ എന്ന് ടീച്ചർ തറപ്പിച്ച് പറഞ്ഞിട്ടും വീണ്ടും ടീച്ചറെ അവിടെ മത്സരിപ്പിക്കാൻ ശ്രമിച്ച തെറ്റാണ്. അത് ശരിയായ ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത് ഒരു വലിയ തരത്തിൽ പാർട്ടിയെ ഇത്തവണ തോൽവിയിലേക്ക് നയിച്ചു എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. പിന്നെ പാർട്ടി മനസ്സിലാക്കുന്നുണ്ടാവും ഇപ്പോൾ അല്ലേ? തീർച്ചയായിട്ടും അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളല്ലേ? തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. അത്തരം കാര്യങ്ങൾ പാർട്ടിയിൽ വളരെ കൃത്യമായി തന്നെ ഇവരെ കേൾക്കുക തന്നെ വേണം. ഇപ്പം ഈ പറയുന്ന പോലെ ടി കെ ഗോവിന്ദൻ മാസ്റ്ററെ അടക്കം അദ്ദേഹത്തിനെ ഇപ്പം നോക്കിയുള്ളൂ, കഴിഞ്ഞ ദിവസം അദ്ദേഹം സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് സന്ദർശനം നടത്തുകയും അവിടെ പോയിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെയും ഒക്കെ കാണുകയും ഒക്കെ ചെയ്തു. അവിടെ പോയി പുഷ്പാർച്ചന നടത്തി ആദരവർപ്പിച്ചു, എല്ലാം കഴിഞ്ഞു. അപ്പോഴും പിന്നെ അവർ പറഞ്ഞ എന്താണ്, അത് അവർ തമ്മിൽ വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട്. ഇപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ രമണി അടക്കം അവിടെ ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ ചെന്നുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് വളരെ വികാരനിർഭരമായിട്ടാണ് അവർ പ്രതികരിച്ചത്. ദാറ്റ് മീൻസ് അവർ തമ്മിൽ അത്രത്തോളം അടുപ്പമുണ്ട്. കാര്യം കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളാണതെല്ലാം. അപ്പൊ അവിടെയൊക്കെ അവർ തമ്മിലുള്ള അടുപ്പം വളരെ വലുതാണ്. അപ്പം എന്ന് പറയുന്ന പോലെയാണ്. അപ്പം എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ കോടിയേരിയുടെ ഭാര്യ തന്നെ പിന്നീട് പറയുന്നുണ്ട്, അദ്ദേഹത്തെ ഒരു വർഗ്ഗവഞ്ചകനെന്നൊന്നും ഞാൻ വിളിക്കില്ല ഗോവിന്ദൻ മാസ്റ്ററെ. അപ്പം ഗോവിന്ദൻ മാസ്റ്ററെ വർഗ്ഗവഞ്ചകൻ എന്നവർ വിളിക്കില്ലെങ്കിൽ കാരണം എന്തായിരിക്കാം? അദ്ദേഹം പാർട്ടിക്കെതിരായിട്ടല്ല, പാർട്ടിയുടെ നിലപാടുകൾക്കെതിരായിട്ടാണ് അദ്ദേഹം നിലനിന്നത്. ഇപ്പോൾ അതായത് എം വി ഗോവിന്ദൻ മാഷ് ശ്യാമള ടീച്ചറെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കുന്നതിനെതിരെയായിരുന്നു അദ്ദേഹം സംസാരിച്ചത്, അല്ലാതെ പാർട്ടിക്കെതിരെ അല്ല. ചില വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പം നമ്മൾ പയ്യന്നൂരിൽ സഖാവ് പിന്നെ കുഞ്ഞികൃഷ്ണൻ RSPയുടെ നോമിനിയായിട്ട് അവിടെ മത്സരിച്ചു. എന്തുകൊണ്ട് മത്സരിച്ചു? അവിടെ പിന്നെ TA മധുസൂദൻ എന്ന് പറയുന്ന അവിടുത്തെ മുൻ MLA കൊമ്പ് കോർത്തിട്ടാണ്. അവിടുത്തെ ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായത്. അപ്പം ഇവരെല്ലാവരും പാർട്ടിയിൽ എന്തുകൊണ്ട് പിന്നെ ഇതേ മാത്രമാണ് വലിയ ഇതില്ലാതെ മാറി എന്ന് കളഞ്ഞത്? ജി സുധാകരനെ മാത്രമേ ഉള്ളൂ അക്കാര്യത്തിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത്. അതായത് ഒട്ടും ജെനുവിൻ അല്ലാത്ത റീസണാണ് ജി സുധാകരൻ പറഞ്ഞത്. പാർട്ടി നയങ്ങളോടും പാർട്ടിയുടെ തീരുമാനങ്ങളോടും പൊരുത്തപ്പെടാൻ കഴിയാത്ത രീതിയിലാണ് ജി സുധാകരൻ്റെ പെരുമാറ്റം. അതുകൊണ്ട് ജി സുധാകരനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതേസമയം ഇപ്പോൾ നമ്മൾ പറയുന്നത് പിന്നെന്താ പറയുക, ഗോവിന്ദൻ മാസ്റ്ററെ നമുക്ക് ഉൾക്കൊള്ളാം. ഗോവിന്ദൻ മാസ്റ്റർ ഉൾക്കൊള്ളാമെന്ന് മാത്രമല്ല, കാരണം അദ്ദേഹം എടുത്ത തീരുമാനം എന്താണ്, അവിടെ അത് തെറ്റായ സമീപനമായിരുന്നു. ശ്യാമള ടീച്ചറെ അവിടെ ഒരിക്കലും പാർട്ടി സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ മാഷ് ഇരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ മത്സരിപ്പിക്കാൻ പാടില്ലായിരുന്നു, അല്ലേ? എന്നിട്ട് അത് മാത്രമല്ല, അവിടെ ശൈല ടീച്ചറെ കൊണ്ടുവന്നിട്ട് പേരാവൂരിൽ മത്സരിപ്പിക്കുകയും തളിപ്പറമ്പിൽ പിന്നെ ശ്യാമള ടീച്ചറെ മത്സരിപ്പിച്ച് ശ്യാമള ടീച്ചർ ജയിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ ഇത്ര അവസ്ഥ? ശൈല ടീച്ചർ തോറ്റുപോവുകയും ചെയ്തിരുന്നെങ്കിൽ, പാർട്ടി ജയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പം സ്വാഭാവികമായിട്ട് ശ്യാമള ടീച്ചർ മന്ത്രിസ്ഥാനത്തേക്ക് വരും. അപ്പോഴും ഇതേപോലെ ജനങ്ങൾ സംസാരിക്കും. എന്ത് സംസാരിക്കും? ശൈല ടീച്ചറെ ഒതുക്കി. ആ ഒരു പേരുദോഷം എന്നും പാർട്ടിക്കുണ്ടാവും. ഇപ്പോഴും ഉണ്ട് ആ പേരുദോഷം. ശൈല ടീച്ചറെ ഒതുക്കി. കാര്യം ശൈല ടീച്ചറിന് മുഖ്യമന്ത്രിയാകാൻ വരെയുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ഈ രണ്ടാമത് വീണ ജോർജിനെ മന്ത്രിസ്ഥാനത്തേക്ക്, ആരോഗ്യവകുപ്പ് മന്ത്രിസ്ഥാനത്തേക്ക് നിയമിക്കുകയും ശൈല ടീച്ചറെ ഒഴിവാക്കി മന്ത്രിസ്ഥാനം നൽകാതെ മാറ്റി നിർത്തുകയും ചെയ്തപ്പോൾ തന്നെ ഇവിടെ വലിയ ചർച്ച വന്നതല്ലേ? ശൈല ടീച്ചറെ ഒഴിവാക്കി എന്ന് പറയുന്ന ഒരു രീതി അന്ന് മുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ എന്താ, ശൈല ടീച്ചറെ എങ്ങനെയും അവിടെ വടകരയിൽ നിന്ന് ജയിപ്പിച്ചിട്ട് അങ്ങ് വിടാനാണ്. അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടീച്ചറെ നിർത്തണ്ട, പക്ഷെ ശൈല ടീച്ചറിന്റെ ശല്യം ഒഴിവാക്കി കിട്ടും, ബാക്കിയുള്ളവരെ മാത്രം നോക്കിയാൽ മതി. അന്നും ഇതുപോലത്തെ ഒരു ആരോപണം ഉയർന്നു. ഷാഫി പറമ്പിലിന്റെ ജനപിന്തുണയേക്കാൾ അപ്പുറം ജനം ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് അവിടെ വടകരയിൽ ടീച്ചറെ തോൽപ്പിച്ചതെന്നായിരിക്കും ഒരു പക്ഷേ നമുക്ക് ഒരു ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. ടീച്ചറെ തോൽപ്പിച്ചിട്ട് കേരളത്തിലിടണം. ഒരുപക്ഷെ അങ്ങനെ ഒരു ചിന്ത അവിടുത്തെ വോട്ടർമാരുടെ മനസ്സിലുണ്ടോ എന്ന് നമുക്കറിയില്ല. അതുപോട്ടെ. അപ്പോൾ പക്ഷേ ഇവിടെ ടീച്ചറോട് പാർട്ടി നീതികേട് കാണിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് വിജയിപ്പിക്കുകയും സഭയിലേക്ക് കൊണ്ടുവരേണ്ടതും അനിവാര്യതയായിരുന്നു. കാലം അല്ലെങ്കിൽ കേരളത്തിലുള്ള പൊതുജനം അത് ആഗ്രഹിച്ചിരുന്നു. ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിർത്തിക്കൊണ്ട് ടീച്ചർ കൂടെ പ്രാധാന്യം കൊടുക്കണമായിരുന്നേ. ഇപ്പോൾ പിണറായി വിജയൻ മാത്രമാണോ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്? അല്ല. നമ്മൾ കേരളത്തിൽ നോക്കി നോക്കൂ, കേരളത്തിലെ എല്ലായിടത്തും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളുടെ പടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. LDF അല്ലാതെ മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനിൽ ഈ പറയുന്ന പിണറായി വിജയന്റെ ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ
കുതിച്ചുചാട്ടം വരുത്തി വെച്ച് എന്തുകൊണ്ട് ശിവൻകുട്ടിയുടെ ചിത്രങ്ങൾ ഇത് ഉൾപ്പെടുത്തിയില്ല? എന്തുകൊണ്ടാണ് പിന്നെ ആരോഗ്യ മേഖല പിന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ടീച്ചറിന്റെയും അതിന് തുടക്കമിട്ട ഒരാൾ ടീച്ചറല്ലേ? തകർന്ന് തരിപ്പണമായി കിടന്ന ആരോഗ്യ മേഖലയെ കൈകൊണ്ട് എടുത്തുയർത്തിയ ഒരാൾ ടീച്ചറല്ലേ? എന്നിട്ട് ആ ടീച്ചറിന്റെ ചിത്രം എന്തുകൊണ്ടാണ് വെക്കാഞ്ഞത്? അല്ലേ? മുഹമ്മദ് റിയാസിന്റെ ചിത്രങ്ങൾ വെക്കായിരുന്നില്ല, റോഡിന്റെ സൈഡിൽ വെക്കായിരുന്നില്ല, കാര്യം പൊതുമരാമത്തല്ലേ. അപ്പം ഒരു വ്യക്തി കേന്ദ്രീകൃതമായി പോയി എന്നുള്ളതാണ്. അതായത് ഇടിച്ചു നിന്നിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയിലേക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായി ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അതേസമയം അവർക്ക് ഇഷ്ടപ്പെട്ട മന്ത്രിമാരിലേക്ക് കൂടി ഇപ്പം വ്യവസായ മേഖല ഉയർത്തിക്കൊണ്ടുവന്ന പി രാജീവിനെ പോലുള്ള ശക്തരായ മന്ത്രിമാരാണ്. ശക്തരാണ്, അല്ല അദ്ദേഹം വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞു പോകുന്ന ഒരാളൊന്നുമല്ല. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ചെയ്യുകയും കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു നേതാവ് തന്നെയാണ് പി രാജീവ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നിട്ട് പോലും അദ്ദേഹം പോലും പരാജയപ്പെട്ടു പോയി. അപ്പം അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായ പൊളിറ്റിക്സിലേക്ക് പോയതിൻ്റെ പരിണിത ഫലമാണ് സത്യത്തിൽ ഇടതുപക്ഷത്തിന് ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ടീച്ചറിനെ അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കാത്തതും ടീച്ചറിന് അതൊരു വലിയ വിഷമമായിട്ടുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. അക്കാര്യത്തിൽ ആർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല.